സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഷ് എന്ന് പറയുന്നത് ഫിലോപ്പി മീൻ കൊണ്ടുള്ള ഫിഷ് പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് ഡിഷിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്യാൻ പോണത് ഫിലോപ്പി കൊണ്ടുള്ള ഫിഷ് പൊള്ളിച്ചത് ചെയ്യാനാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാലകൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 കിലോ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നതെന്ന് പറയണത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി വേണ്ടി വരും. കാരണം ഫിഷിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വളരെ കൂടുതലാണ്. ഒരു 2 ടീസ്പൂണോളം ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ കുഴമ്പ് രൂപമാക്കാം നമ്മൾ മസാല. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ എനിക്ക് ചെറുനാരങ്ങ ഇല്ലാത്ത കാരണം ഞാൻ ഒരു 1/4 ടീസ്പൂൺ വിനാഗർ യൂസ് ചെയ്യാണ്. നല്ല വിനാഗർ യൂസ് ചെയ്യുക. അതിൽ ഇത് നന്നായി മിക്സ് ചെയ്യത് നമ്മൾ ഫിഷുകൾ മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പരട്ടിയിട്ട് വാഴയിലയിൽ വെച്ചേക്കാണ്. ഇതൊരു 10-15 മിനിറ്റ് മാഗ്നേറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ആകും. ഇതിൻ്റെ ഓരോ വരയിൽ നമ്മളും ഉള്ളിലും നന്നായി മസാല പരട്ടിയിട്ട് വേണം വെക്കാനായിട്ട്. 15 മിനിറ്റ് ഞാൻ അപ്രോക്സിമേറ്റ് വെക്കുന്നത്. ഒരു 30 മിനിറ്റ് എത്രത്തോളം നമ്മൾ വെക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വെക്കുമ്പോൾ. നമ്മളിപ്പോൾ ഒരു ഫിഷാണ് വെക്കണത് ഇതിൽ കേട്ടോ. ഒരു ഫിഷും കൂടി വെക്കാൻ പറ്റും നമുക്ക്. ഫിഷും കൂടി നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. നന്നായി നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു കാര്യം വിട്ടുപോയി, വേപ്പില ഞാൻ ഇടാറുണ്ട് മീൻ അടി പിടിക്കാതിരിക്കാനായിട്ട്. അത് വേപ്പിലിട്ടാൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പുറത്തെ സൈഡ് മറച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ, ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ, മീഡിയം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. വറുത്ത് കോരിയ ശേഷം അടുത്ത സെറ്റ് ഫിഷും കൂടി ഇട്ടു കേട്ടോ. ഇതേപോലെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. മസാല ചെയ്യാനായിട്ട് 4 സബോള, ചുവന്നുള്ളി ഒരു 15 എണ്ണം, തക്കാളി 2 എണ്ണം എടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സബോളയും ചുവന്നുള്ളിയും ഇടാം. ഫസ്റ്റ് ആദ്യം അത് വഴറ്റിയെടുക്കാം. നമ്മൾ സബോളയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഈ ഇതിൽ നന്നായി മിക്സ് ചെയ്യാണ്. ഇതിലേക്കൊരു സ്പൂൺ ഉപ്പും കൂടി മിക്സ് ഇടണം, പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടി നമ്മൾ ചേർക്കേണ്ടതിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. സബോളയും ചുവന്നുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായി വഴണ്ടി വന്നിട്ട് പൊടി 1 ടീസ്പൂൺ ഇടാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കരേ പോലെ. ഇതിലേക്ക് നമ്മൾ ഒരു മസാലക്കൂട്ട് കൂടി ഇടാനുണ്ട്, മല്ലിപ്പൊടി ഒരു ലേശം ഇടാം. എന്നിട്ട് നന്നായി ഇളക്കാം. മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. നമ്മുടെ വാഴയിലേക്ക് വെച്ചിട്ട് നമുക്ക് മടക്കാം. അതിനായിട്ട് വാഴയില ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ് ആദ്യം. വാഴയില ഒന്ന് ജസ്റ്റ് ഗ്യാസ് വെച്ചിട്ട് ഇത് പൊള്ളിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് പൊള്ളിച്ചിട്ട് നമ്മൾ ഇനി ഇതിലാണ് ഫിഷ് വെച്ചിട്ട് ചെയ്യണത്. ഇതിങ്ങനെ ഓരോ ഇലയിൽ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. 4 ഫിഷാണ് ടോട്ടൽ നമുക്കുള്ളത്. പിന്നെ മറ്റേ ഫിഷിൻ്റെ പീസസുകൾ എടുത്തതാണ് കേട്ടത്. ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് മസാലകൾ വെക്കണം. ഇതാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ട് മസാലകൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മസാല വെച്ചിട്ടുള്ള ഈ പോർഷനിൽ ഞാൻ ഇപ്പോൾ ഒരു ഫിഷാണ് കാണിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷിൽ അതൊന്ന് മുകളിലേക്ക് വെക്കുക. അങ്ങനെ ഓരോ ഫിഷിൻ്റെ നമ്മൾ വെക്കണം.
ലാസ്റ്റത്തെ ഫിഷും കൂടി പീസസും കൂടി ഉള്ളത് നമ്മൾ വെച്ചു. ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് ബാക്കി മസാലയും കൂടി നമ്മൾ ചെയ്യാവുന്നത്. മസാലകൾ നമ്മൾ ആ ഫിഷുകളുടെ മുകളിലായിട്ട് മസാലകൾ ഇങ്ങനെ ഇതുപോലെ വെക്കാം. എന്നിട്ടാണ് നമുക്ക് ഇത് ചെയ്ത് വെക്കണത്. നമ്മൾ ഇതേപോലെ പൊതിഞ്ഞ് വെച്ചേക്കാണ്. ഇതേപോലെയാണ് പൊതിയുണ്ടായി. എന്നിട്ട് വേണം ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ 2 നമ്മൾ വെച്ചേക്കാണ്. 2 ഫിഷും പൊള്ളിക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാണ്. ഫിഷ് നമ്മൾ മറിച്ചിട്ടിട്ട് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത് ആയത് വെച്ചതാണ്. അടുത്ത സെറ്റ് നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ. ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം നമുക്കത് നമ്മൾ കിട്ടിയിട്ടുള്ള കിഴി അഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.